വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരമ്മ ആയതിനു ശേഷം എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു കപ്പ് പാലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര വിശപ്പായിരിക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ അമ്മ നല്ല ബിരിയാണിയും ചിക്കനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുളിക്കാനൊന്നുമില്ല, അത് വേഗം കഴിച്ചു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാൻ പോയത്. കാരണം എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. പിന്നെ ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്കും അമ്മ ഉണ്ണീനൊക്കെ ഉറക്കി കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ, നാളികേരം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ തലേദിവസം തന്നെ നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ, ആ പാലിന് മുകളിൽ വന്നിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, അതെടുത്തിട്ട് ഒരു ഉരുളിയിലേക്ക് ആക്കിയിട്ട് അതാണ് നമ്മൾ കുറേ നേരം ചൂടാക്കി ഇളക്കിയിട്ടാണ് കേട്ടോ ഈ എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിനെ വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, അങ്ങനെ പല പേരിലും അറിയപ്പെടും. അപ്പം ഉരുളിയിൽ നമ്മൾ ഗ്യാസിലാണ് കേട്ടോ വെച്ചത്. അല്ലെങ്കിൽ അടുപ്പിൽ വയ്ക്കുന്നവർക്ക് അടുപ്പിൽ വെച്ച് ഇതാക്കുക. നമ്മൾ ഇടയ്ക്കൊക്കെ അടുപ്പിലാണ് ഉണ്ടാക്കാറ്, ഇന്ന് ഗ്യാസിലാണ് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഉരുളി വെച്ചു, തിളച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇളക്കി അവസാനം ഈ ഒരു പരുവത്തിലെത്തും. ഈ നാളികേരല്ല കേട്ടോ എടുക്കുക, അടിയിൽ എണ്ണ അങ്ങനെ കിനിഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ കുറച്ച് എണ്ണയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുക, അതായത് ഉണ്ണിക്ക് എടുക്കുക. അപ്പം നമ്മൾ ഈ നാളികേരം ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 4-5 എണ്ണം എടുക്കുമ്പോഴാണ് ഈ ഒരു ഗ്ലാസ്സിലൊരു പകുതി ഭാഗത്തേക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ കിട്ടുള്ളൂ. ആ എണ്ണയാണ് നമ്മൾ ഉണ്ണിയുടെ മുടിയിലും മേലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഗ്ലാസിൻ്റെ പകുതി മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇത് നല്ലതാണ്, ഉണ്ണികളുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളെ സ്കിന്നിനുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അത് ഒരു ബോട്ടിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ആ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു എല്ലാവരും. ഞാനല്ലാട്ട് ഉണ്ടാക്കിയത്, അമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ക്ഷീണിച്ചതിന് ശേഷം പിന്നെ ഞാനൊരു ചായയും വടയും കഴിച്ചു. അപ്പം ആ വട കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് വിശന്നപ്പോൾ അമ്മ എനിക്കൊരു ഷേക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ ആ ഷേക്കാണ് ഇത് ഷാർജ ഷേക്കാണ്. നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ ഷേക്ക് ഉണ്ടാക്കാനും. അപ്പോൾ അത് ഞാൻ വെറുതെ ഒരു റെസിപ്പി വേണമെങ്കിൽ ഇടാം. അപ്പം കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴം കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ ഒരു പാക്കറ്റ് പാലിൽ എന്താ പറയുക, പഴം എടുത്തിട്ടു. അതിന് ശേഷം ഒരു 3-4 പാക്കറ്റ് ബൂസ്റ്റ്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ വീട്ടിലുള്ള എന്താണോ നട്ട്സ് ഉള്ളത് ആ നട്ട്സൊക്കെ ഇടുക. ഇപ്പോൾ ഇവിടെ കപ്പലണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിട്ടു. അല്ലെങ്കിൽ എന്ത് കാഷ്യൂസ് ഉണ്ടെങ്കിൽ അതോ ബദാം എന്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് അടിച്ചെടുത്തു. അപ്പം ഇങ്ങനൊരു ഷേക്ക് കിട്ടി. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി മീതയും കൂടെ ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് അതിൽ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പൂക്കൾ, ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പം ഞാനും അമ്മയും കൂടിയിട്ട് പോയി പൊട്ടിച്ചു. ഞാനും അമ്മയും മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട്. ഇയാൾക്ക് വേണ്ടത് കാശിത്തുമ്പയാണ്. കാശിത്തുമ്പയുടെ അവത്തിൽ അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും പൊടിച്ച് ചെടിയോടൊക്കെ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ മുണ്ട് വിരിച്ച് 2 എന്ന് എഴുതി. ഇത് വേറെ പരിപാടിക്കൊന്നല്ല, ഉണ്ണിയുടെ 2ാം മാസത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഫോട്ടോസ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. 2 ഡ്രസ്സ് ഇട്ടു കേട്ടോ. എന്നിട്ടാണ് ഫോട്ടോസ് എടുത്തത്. എടുക്കുന്നതൊക്കെ എല്ലാം നാത്തൂനാണ് കേട്ടോ. അപ്പം ഈ പാവാടയും ബ്ലൗസും തന്നത് ഓണത്തിന് ചേച്ചി തന്ന ഡ്രസ്സാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം ഈ ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ നടന്നു വരുന്നത്. അച്ഛനും അമ്മമ്മയും നന്നായിട്ട് ഇനി ഉണ്ണിയെ നോക്കിയിരിക്കുകയാണ്, അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.